ഇനി തങ്ങളുടെ രാജ്യം വഴി റഷ്യ ഇന്ധന വിൽപ്പന നടത്തേണ്ടെന്ന് യുക്രൈൻ. പശ്ചിമ യൂറോപ്പിലേക്കുള്ള വാതക പൈപ്പ് ലൈൻ കരാർ യുക്രൈൻ അവസാനിപ്പിച്ചു. ആർക്കാണ് ഇത് തിരിച്ചടിയാവുക? റഷ്യക്കോ അതോ യൂറോപ്പിനോ? യുക്രൈൻ ലക്ഷ്യമിട്ടത് റഷ്യയാണെങ്കിലും യൂറോപ്പിനെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏറ്റവും പഴക്കമേറിയ വാതക പൈപ്പ് ലൈനുകളിൽ ഒന്ന് അതാണ് യുക്രൈൻ വഴിയുള്ള സുദിഷ പൈപ്പ് ലൈൻ. 80കളിൽ പശ്ചിമ യൂറോപ്പുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ പൈപ്പ് ലൈൻ ശൃംഖലകൾക്ക് തുടക്കമിട്ടിരുന്നു. ഈ ശൃംഖലകളിൽ ഒന്നിൻ്റെ ഭാഗമാണ് സുദിഷ പൈപ്പ് ലൈൻ. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ യുക്രൈൻ സ്വതന്ത്ര രാജ്യമായി. അപ്പോഴും സുദിഷ വഴിയുള്ള വാതക വിതരണത്തിന് തടസ്സമുണ്ടായില്ല. ഇതിനായി റഷ്യ യുക്രൈന് ട്രാൻസിറ്റ് ഫീസും നൽകി വന്നു. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതോടെ മറ്റൊരു പ്രധാന പൈപ്പ് ലൈനായിരുന്ന സോയുസ് യുക്രൈൻ അടച്ചുപൂട്ടി. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ ബെലാറസിലൂടെയുള്ള യമാൻ യൂറോപ്പ് പൈപ്പ് ലൈനും ബാൾട്ടിക് സമുദ്രത്തിലൂടെയുള്ള നോർഡ് സ്ട്രീം ലൈനും പൂട്ടുവീണു. ശേഷിച്ചത് സുദിഷയും കരിങ്കടലിലൂടെയുള്ള ടർക്ക് സ്ട്രീമും. ഇതിൽ ടർക്ക് സ്ട്രീമിലൂടെ പരിമിതമായ അളവിൽ മാത്രമേ ഗ്യാസ് കൊണ്ടുപോകാൻ കഴിയൂ. അതിനാൽ സുദിഷയായിരുന്നു പ്രധാന ആശ്രയം. ഇപ്പോഴത്തെ യുദ്ധത്തിന് തൊട്ടു മുമ്പായിരുന്നു യുക്രൈൻ കരാർ 5 വർഷത്തേക്ക് കൂടി നീട്ടിയത്. ഈ ട്രാൻസിറ്റ് കരാർ ഡിസംബർ 31 അവസാനിച്ചു. ഇനി പുതുക്കേണ്ട എന്നാണ് യുക്രൈൻ്റെ തീരുമാനം. തങ്ങളുടെ രക്തത്തിൽ ചവിട്ടിയുള്ള റഷ്യയുടെ എണ്ണ വ്യാപാരം ഇനി വേണ്ട എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചത്. യുക്രൈൻ്റെ തീരുമാനം റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തിന് മുമ്പ് യൂറോപ്പിന് ആവശ്യമായ വാതകത്തിൻ്റെ 40% നൽകിയിരുന്നത് റഷ്യയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത് 8% കുറഞ്ഞു. സുദിഷ കൂടി പൂട്ടുന്നതോടെ ഇത് വീണ്ടും കുറയും. റഷ്യയുടെ വരുമാനത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് നിർത്തിയിരുന്നു. അമേരിക്ക, നോർവേ, ഖത്തർ എന്നീ രാജ്യങ്ങളെയാണ് അവർ ഇപ്പോൾ ആശ്രയിക്കുന്നത്. അപ്പോഴും സ്ലോവാക്യ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയെ കൈവിട്ടിരുന്നില്ല. എന്നാൽ പിന്നീട് പ്രതിസന്ധി മുന്നിൽ കണ്ട് ഓസ്ട്രിയയും മറ്റ് വിപണികൾ തേടിയിരുന്നു. പക്ഷേ സ്ലോവാക്യയുടെ കാര്യം അങ്ങനെയല്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പുടിനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ. അതുകൊണ്ട് തന്നെ യുക്രൈൻ്റെ നടപടിയെ കടുത്ത ഭാഷയിലാണ് ഫിക്കോ വിമർശിച്ചത്. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടുള്ള നടപടികളിലേക്ക് പോയിരുന്നെങ്കിലും യുക്രൈൻ്റെ പുതിയ നീക്കം യൂറോപ്പിന് തിരിച്ചടിയാകുക തന്നെ ചെയ്യും. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് യൂറോപ്പിൽ ഇത്തവണ കടുത്ത ശൈത്യമാണ്. ലണ്ടനും പാരീസും ബെർലിനും അടക്കമുള്ള നഗരങ്ങളിൽ വരും ആഴ്ചകളിൽ താപനില 0 ഡിഗ്രിയിലേക്ക് താഴും. അതോടെ ചൂട് നിലനിർത്താനായി ഗ്യാസിൻ്റെ ഉപയോഗവും കൂടും. അപ്പോൾ കരുതൽ ഇന്ധന ശേഖരത്തെ ആശ്രയിക്കേണ്ടിയും വന്നേക്കാം. സെപ്റ്റംബറിനെ അപേക്ഷിച്ച് കരുതൽ ശേഖരത്തിൽ ഇപ്പോൾ തന്നെ 20% കുറവുണ്ട്. പുതിയ സംഭവവികാസങ്ങളെ തുടർന്ന് ഗ്യാസിൻ്റെ വില 5% ഉയർന്നു കഴിഞ്ഞു. വരും ആഴ്ചകളിൽ അത് ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തൽ. ഊർജവും ഇന്ധനവുമെല്ലാം ആയുധം കൂടിയാകുന്ന പുതിയ കാലത്ത് റഷ്യയുടെ ഗ്യാസ് ഊരുന്ന യുക്രൈൻ്റെ നടപടി ലോകരാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്ന് കാണണം.